ഹലോ മൈ ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. ഇന്നത്തേത് നിങ്ങൾക്കൊരു മെസ്സേജ്, ഒരു അവെയർനെസ് മെസ്സേജ് അല്ലെങ്കിൽ ഒരു വാർണിംഗ് മെസ്സേജ് ആണെന്ന് പറയാം. നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യം, ചിലപ്പോൾ അതൊരു വ്യക്തിയായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ഒരു എനർജി ആയിരിക്കാം. ഇനി അതൊരു എനർജി ആണെങ്കിൽ അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലുണ്ടോ, അങ്ങനെ ഒരു വ്യക്തിയുടെ പ്രസൻസ് ഉണ്ടോ എന്നൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ സമാധാനം കളയുന്ന ആ ഒരു കാര്യം എന്താണ്, അതാണ് നമ്മളിന്ന് ടാരോട് ചോദിച്ച് നോക്കാൻ പോകുന്നത്. സോ ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. ഇതൊരു കളക്റ്റീവായ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ, എൻ്റെ ഓഡിയൻസിൻ്റെ കളക്റ്റീവ് എനർജി ടാപ്പ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു റീഡിംഗ് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ആൻഡ് ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു റീഡിംഗ് നിങ്ങളിലേക്ക് എത്തുന്നത്, ആ ഒരു സമയം തൊട്ട് ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് വാലിഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക. സോ നമുക്ക് ടാരോട് ചോദിച്ച് നോക്കാം, നിങ്ങളുടെ ജീവിതത്തിലെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ആ ഒരു എനർജി എന്താണ്? അതൊരു വ്യക്തിയാണോ, അതൊരു എനർജിയാണോ? അതിനെ നിങ്ങൾ എങ്ങനെ നേരിടണം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ആക്ഷനാണ് ഇവിടെ എടുക്കേണ്ടത്? അതിൻ്റെ ഔട്ട്കം നിങ്ങൾക്ക് എന്തായിട്ടായിരിക്കും യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ ടാരോ, പ്ലീസ് ഗൈഡ് മീ. റീഡിംഗ് ഫോർ മൈ ഓഡിയൻസ്, റീഡിംഗ് ഫോർ മൈ സബ്സ്ക്രൈബേഴ്സ്. എന്താണ് നിങ്ങളുടെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു എനർജി? ഡിസ്റ്റർബൻസ് എന്താണ്? നിങ്ങൾക്ക് സമാധാനമായിട്ടിരിക്കാൻ ഡിസ്റ്റർബൻസ് ആയിട്ട് വന്നിരിക്കുന്ന കാര്യം എന്താണ്? ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ കാർഡ് നമ്പർ 1, കാർഡ് നമ്പർ 2. ആരാണ് അല്ലെങ്കിൽ എന്താണ് ഈ ഒരു എനർജിയിലേക്ക് കൂടുതലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഇതിൻ്റെ ഒരു സോഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു എനർജി നിങ്ങളുടെ ലൈഫിനെ അഫക്റ്റ് ചെയ്യാൻ കാരണമായിട്ടുള്ള സോഴ്സ് എന്താണ്? ഈ ഒരു എനർജി നിങ്ങളെ അഫക്റ്റ് ചെയ്യാൻ കാരണമായിട്ടുള്ള സോഴ്സ് എന്താണെന്ന് നോക്കാം. കാർഡ് നമ്പർ 2. എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സമാധാനത്തെ അഫക്റ്റ് ചെയ്യുന്നത് നോക്കാം. എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സമാധാനത്തെ അഫക്റ്റ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം നിങ്ങളുടെ സമാധാനത്തെ അഫക്റ്റ് ചെയ്യുന്നത്? കാർഡ് നമ്പർ 3. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ അറിയേണ്ട കാര്യം എന്താണ്? ഈ ഒരു സിറ്റുവേഷനെ കുറിച്ച് നിങ്ങൾ അവെയർ ആയിട്ടിരിക്കേണ്ട കാര്യം എന്താണ്? നിങ്ങൾ എന്ത് കാര്യമാണ് ഇപ്പോൾ അറിയേണ്ടത്? സോ നമുക്ക് 2 കാർഡാണ് ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങളുടെ മനസ്സമാധാനം എങ്ങനെ നിങ്ങൾക്ക് വീണ്ടും നേടാം? ഇതൊരു ആക്ഷൻ കാർഡാണ്. എന്ത് ആക്ഷനാണ് നിങ്ങൾ ഇവിടെ എടുക്കേണ്ടതെന്ന് നോക്കാം. എങ്ങനെ നിങ്ങളുടെ സമാധാനം നിങ്ങൾക്ക് റീഗെയിൻ ചെയ്യാം എന്ന് നോക്കാം. നിങ്ങളുടെ സമാധാനം എങ്ങനെ റീഗെയിൻ ചെയ്യണം നോക്കാം. സോ ഇവിടെ നിങ്ങൾക്ക് 2 കാർഡ്സാണ് വന്നിട്ടുള്ളത്. ഓൾറൈറ്റ്, സോ നിങ്ങളുടെ കാർഡ്സ് ഒന്ന് റിവീൽ ചെയ്ത് നോക്കാം. ഒന്നാമത്തെ കാർഡ് എന്താണ് നിങ്ങളുടെ ഒരു മനസ്സമാധാനക്കേട് ഇപ്പോൾ ഉള്ളത് നോക്കാം. മെൻ്റൽ പീസിന് സോ ഇറ്റ്സ് 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. സോ എന്ത് എനർജിയാണ് അല്ലെങ്കിൽ ആരാണ് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നോക്കാം. ഇത് 6 ഓഫ് സോർട്സ് ലഭിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം നിങ്ങളുടെ സമാധാനത്തെ അഫക്റ്റ് ചെയ്യുന്നത് നോക്കാം. നൈറ്റ് ഓഫ് വോൺസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു സിറ്റുവേഷനെ കുറിച്ച് നിങ്ങൾ അറിയേണ്ട കാര്യം എന്താണ് നിങ്ങൾ അവെയർ ആയിട്ടിരിക്കേണ്ടത് നോക്കാം. ദ ഹെർമിറ്റ് ആൻഡ് പേജ് ഓഫ് വോൺസ് കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ മെൻ്റൽ എനർജി റീക്ലെയിം ചെയ്യാം നോക്കാം. നിങ്ങൾക്ക് 2 കാർഡ് കിട്ടിയേക്കുന്നത് 9 ഓഫ് പെൻറ്റക്കിൾസ്, പേജ് ഓഫ് സോർട്സ് ആണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന 2 കാർഡുകൾ. ഓക്കെ, ആൻഡ് നിങ്ങളുടെ ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്നത് ദ സ്ട്രെങ്ത് എന്ന് പറയുന്ന കാർഡാണ്. സോ നിങ്ങളുടെ ബോട്ടം ഓഫ് ദി ഡെക്ക് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എനർജി, നിങ്ങളുടെ ഓവറോൾ ഒരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തി എന്താണെന്ന് പലപ്പോഴും തിരിച്ചറിയുന്ന ഒരു സമയമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളൊരു മനഃശക്തി പല കാര്യങ്ങളിലും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും. അതായത് നിങ്ങൾ വിചാരിച്ചതിനേക്കാളും ഒരുപാട് പവർഫുൾ ആണ് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച സിറ്റുവേഷനേക്കാളും ഒക്കെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ പിടിച്ചു നിന്നേ പറ്റൂ എന്ന് തെളിയിക്കുന്ന ഒരു സമയത്തിലൂടെ ആയിരിക്കും നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സമാധാനം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷേ നിങ്ങളുടെ സമാധാനം പല രീതിയിലും ടെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടാവാം. സോ നിങ്ങളുടെ ക്ഷമയെ പല രീതിയിൽ പരീക്ഷിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷണൽ മെച്യൂരിറ്റി, അതായത് നിങ്ങൾ ഓരോ സാഹചര്യങ്ങളും എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് പോലും, അല്ലെങ്കിൽ നിങ്ങൾ ഓരോ സിറ്റുവേഷനും എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതൊക്കെ, അതൊക്കെ വളരെയധികം പരീക്ഷണത്തിൽ വരുന്ന ഒരു ടൈമായിരിക്കും നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. കാരണം നിങ്ങളുടെ പല സാഹചര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ പല ബുദ്ധിമുട്ടുകളും ഇപ്പോൾ നിങ്ങളെ കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന ഒരു ടൈമായിരിക്കും.
ഓക്കെ, നിങ്ങളുടെ ഹെൽത്ത്, അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ്, അതുപോലെ പണസംബന്ധമായിട്ടുള്ള പല ടെൻഷൻസും അല്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുമിച്ച് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമായിരിക്കും. നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് കൊണ്ട് മാത്രമായിരിക്കും നിങ്ങൾ ഈ ഒരു സമയത്ത് പിടിച്ചു നിൽക്കുന്നത് പോലും. സോ നിങ്ങളുടെ കറണ്ട് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള കാര്യം, അതായത് നിങ്ങളുടെ സമാധാനം കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഒരു കാർഡാണ് 7 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ സമാധാനം ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ലൈഫിൽ ഉറപ്പില്ല, അല്ലെങ്കിൽ നാളത്തെ ദിവസം എങ്ങനെയാവുമെന്ന് പോലും ഉറപ്പില്ലാത്തൊരവസ്ഥയിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് നടക്കാത്തതിലും അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും ഒക്കെ ഒരുപാട് ലേറ്റ് ആവുന്നതിലും ഒക്കെ നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ടായിരിക്കും. നിങ്ങൾ ശരിക്കും ഒരു ഭയങ്കര ഡിസ്റ്റർബിങ് എനർജി ആയിരിക്കും ഇപ്പോൾ നിങ്ങൾക്കുള്ളത്. നിങ്ങളുടെ പല കാര്യങ്ങളും തടസ്സം വരിക, ജോലി താമസിക്കുക, അല്ലെങ്കിൽ ശമ്പളം കിട്ടാൻ താമസിക്കുക, വിവാഹം താമസിക്കുക, അങ്ങനെ പല പല ഡിലേ ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും ശരി, ഫിനാൻസിലാണെങ്കിലും ശരി ഒക്കെ കാണുന്നത്, ഒരു താമസം. സോ നിങ്ങൾക്ക് തോന്നിയേക്കാം നിങ്ങൾ ഒരുപാട് ടൈം ഇട്ട് ഇഫോർട്ട് കൊടുത്ത, സ്നേഹിച്ച, ഒരുപാട് എനർജി കൊടുത്ത പല കാര്യങ്ങൾക്കൊന്നും ഒരു റിസൾട്ടും ഇല്ലല്ലോ എന്നൊക്കെ തോന്നുന്നൊരു സമയമായിരിക്കും. അതായത് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ഒരുപാട് സമയം എടുക്കുന്നുണ്ട് കാര്യങ്ങൾ വർക്കാവാൻ. നിങ്ങളിങ്ങനെ വെയിറ്റിംഗ് പീരീഡിലായിട്ടിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയി. ഓക്കെ, സോ നിങ്ങൾ പലപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു എഫേർട്ടിന് എന്തുകൊണ്ട് അതിനുള്ള വർത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല, അതെന്തുകൊണ്ടാണ് അങ്ങനെ ലഭിക്കാത്തത് എന്നൊക്കെ നിങ്ങൾ പലപ്പോഴും ഇങ്ങനെ നിങ്ങളോട് തന്നെ ചോദിക്കാറുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് ഒരുപാട് നോക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം എന്ന് വരുമെന്നോ അല്ലെങ്കിൽ എങ്ങനെയാകുമെന്നോ ഒന്നും നിങ്ങൾക്ക് ഇതുവരേക്കും ഉറപ്പില്ലാത്ത ഒരു വ്യക്തിയായിരിക്കും. സോ ഈ ഒരു കാര്യം നിങ്ങൾ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയതുകൊണ്ടല്ല, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടും അതിൻ്റെ ഒന്നും റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ഇവിടുത്തെ ഒരു മെയിൻ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. എന്നായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഫൈനലി ചേഞ്ച് ആവുന്നത് എന്ന് നിങ്ങൾ പലപ്പോഴും ഒന്ന് ആലോചിച്ച് പോകുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എത്തുന്നുണ്ടായിരിക്കും. കാര്യമാണ് എന്താണ് അല്ലെങ്കിൽ എന്ത് എനർജിയാണ് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അവിടെ നമുക്ക് കിട്ടിയേക്കുന്ന കാർഡ് 6 ഓഫ് സോർഡ്സ് ആണ്. സോ ഈ ഒരു ഡിസപ്പോയിൻമെൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഈ ഒരു ഡിസ്റ്റർബൻസ്, നിങ്ങളുടെ മനസ്സമാധാനം കളയുന്ന ഒരു കാര്യം ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ നിന്നും പോയിട്ടുള്ള ഒരു കാര്യത്തെ ചൊല്ലിയായിരിക്കാം. ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങളെ വിട്ടിട്ട് പോയ ഒരു ആളെ ഓർത്തിട്ടായിരിക്കാം. നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തിയ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ അവസരങ്ങൾ, പണമൊക്കെ ഓർത്തിട്ടായിരിക്കാം. ഓൾറെഡി നിങ്ങളുടെ അടുത്തുനിന്ന് പോയ ഒരു കാര്യം ഓർത്തിട്ടായിരിക്കാം. ഓക്കെ, ഒരു വ്യക്തിയായിരിക്കാം. അവർ ഫിസിക്കലി അല്ലെങ്കിൽ ഇമോഷണലി, മാനസികമായിട്ട് ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയിട്ട് ജീവിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളൊരു പാസ്റ്റ് സിറ്റുവേഷൻ ആയിരിക്കാം, അത് അവസാനിച്ചൊരു സിറ്റുവേഷൻ ആയിരിക്കും. പക്ഷേ നിങ്ങൾ ഇപ്പോഴും ഹീൽഡ് അല്ല, അതിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് ഹീൽഡ് ആയിട്ടില്ല. ഓക്കെ, ഇപ്പോൾ ചില വ്യക്തികൾ ഇപ്പോൾ നിങ്ങളിൽ നിന്നും ഒരു അകലം സൃഷ്ടിക്കുന്നുണ്ടാവാം. മനഃപൂർവ്വമായിട്ട് നിങ്ങളിൽ നിന്ന് അകലുന്ന പോലെ നിങ്ങൾക്കൊരു ഫീലിംഗ് ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് എങ്ങനെ പോകുന്ന ഒരു ഉറപ്പില്ല, ഒരു അൺസർട്ടനിറ്റിയാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അവസാനിപ്പിച്ച ഒരു ചാപ്റ്റർ, അതൊരു കരിയർ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം. നിങ്ങളത് അവസാനിപ്പിച്ചതാണ്, പക്ഷെ അത് ലെറ്റ് ഗോ ആയിട്ടില്ല ഇതുവരേക്കും, അല്ലെങ്കിൽ അത് ലെറ്റ് ഗോ ചെയ്യാൻ നിങ്ങളെക്കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്. സോ കുറച്ച് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു കംപ്ലീറ്റ് ക്ലോഷറില്ല, അതൊരു പൂർണ്ണമായ അവസാനമില്ലാതെ കൈവിട്ടു പോയ ചില കാര്യങ്ങളാണ് അവരെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നത്. ആ ഒരു എനർജിയാണ് ഇവിടെയുള്ളത്. ആ ഒരു വ്യക്തികൾ അല്ലെങ്കിൽ നിങ്ങളോട് പിണങ്ങി മാറിപ്പോയ ആളുകൾ ഒക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സ് ഇപ്പോഴും നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് കിട്ടിയ അനുഭവങ്ങൾ മേ ബി നിങ്ങൾ അർഹിക്കുന്നതല്ല എന്നുള്ള രീതിയിൽ നിങ്ങൾക്കത് ഡൈജസ്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല പലപ്പോഴും. ഓക്കെ, എന്തുകൊണ്ടാണ് നിങ്ങളുടെ മെൻ്റൽ പീസിനെ ഇത് അഫക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ നൈറ്റ് ഓഫ് വോൺസിൻ്റെ ഒരു കാർഡുണ്ട്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും കൺസിസ്റ്റൻ്റ് അല്ല, തുടർച്ചയായിട്ട് അല്ല കാര്യങ്ങൾ നടക്കുന്നത്. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനൊക്കെ നിങ്ങൾക്ക് മിക്സഡ് ആയിട്ടുള്ള സിഗ്നൽസ് തന്നിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ ഒരു വ്യക്തി ബെറ്ററാണ്, അല്ലെങ്കിൽ അവർ ലൈഫിലുണ്ടെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നും ചിലപ്പോൾ ഈ ഒരു ജോലി നിങ്ങൾക്ക് കിട്ടും, ചിലപ്പോൾ തോന്നും കിട്ടില്ല, ചിലപ്പോൾ തോന്നും ആ ഒരു വ്യക്തി ഇനി ലൈഫിൽ വരില്ല. ഓക്കെ,
ചില ആളുകളിൽ നിന്നുള്ള ഓൺ ആൻഡ് ഓഫ് ബിഹേവിയർ ഒക്കെ നിങ്ങൾക്ക് ഡിസ്റ്റർബിങ് ആകുന്നുണ്ടായിരിക്കാം. നിങ്ങൾ പല കാര്യങ്ങളും എക്സൈറ്റഡ് ആയിട്ട്, അതായത് ഒരു ജോലിയുടെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷനൊക്കെ ആണെങ്കിലും ഒന്ന് എക്സൈറ്റഡ് ആയിട്ട് പിന്നീട് ഡിസപ്പോയിൻമെൻറ്റിലേക്ക് പോകുന്നുണ്ട്. പല ആളുകളും നിങ്ങൾക്ക് തന്ന പ്രോമിസുകൾ, പല സത്യങ്ങളും ഉണ്ടായിരിക്കും, പക്ഷെ അതൊന്നും പാലിക്കപ്പെടാതെ പോയിട്ടുണ്ടാവും. ഓക്കെ, സോ നിങ്ങളുടെ ഈ ഒരു എനർജി അൺപ്രെഡിക്റ്റബിൾ ആണെന്നാണ് ഈ ഒരു കാർഡും പറയുന്നത്. നിങ്ങൾ മൂവ് ചെയ്യാൻ ശ്രമിക്കണം, മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ്, സന്തോഷിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോഴും നിങ്ങളുടെ സമാധാനം എന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ നിങ്ങളുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് സ്റ്റിൽ ഇപ്പോഴും അറിയില്ല. ആ ഒരു അൺസർട്ടനിറ്റി അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് 2 കാർഡ്സാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. പേജ് ഓഫ് വാൻഡ്സും ഉണ്ട്, അതുപോലെ ഹെർമിറ്റും കിട്ടിയിട്ടുണ്ട്. സോ ഒരു ബ്യൂട്ടിഫുൾ മെസ്സേജ് നിങ്ങൾക്ക് ഇവിടെ ചാരോ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ചാപ്റ്റർ എൻട്രി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിൽ വരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ടായിരിക്കും നിൽക്കുന്നത്. മേ ബി നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരാളുകളുമായിട്ട് കോൺടാക്റ്റ് ഒന്നുമില്ല. അത് നിങ്ങളിലേക്കൊക്കെ കുറച്ച് ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്ന ഒരു സമയമായിരിക്കും. നിങ്ങളുടെ കുറേ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു സമയമായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങളുടെ ലൈഫിലൊരു പുതിയ എനർജി അല്ലെങ്കിൽ പുതിയ ഓപ്പർച്യൂണിറ്റി, പുതിയ ഇൻസ്പിറേഷൻസ് അല്ലെങ്കിൽ പുതിയ പോസിബിലിറ്റീസ് ഒക്കെ വരുന്നുണ്ട്. പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു ബ്ലെസ്സിങ്സ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ വരുന്നതിന് മുമ്പ്, ഈ പുതിയ തുടക്കങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ഈ ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് സ്വാഭാവികമാണെന്ന് മനസ്സിലാക്കുക. ഈ ഒരു ഒറ്റപ്പെടൽ നിങ്ങൾക്ക് വരുന്നത് കൊണ്ട് മാത്രമായിരിക്കും നിങ്ങൾ ഈ ഒരു പുതിയ ന്യൂ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളെയൊക്കെ തേടി പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു കംഫർട്ട് സോണിൽ ഇരിക്കുന്നുണ്ടാവും. നിങ്ങളുടെ ഈ ഒരു ഹെർമിറ്റ് എനർജി പറയുന്നത് നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് മാറി നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള വഴി തേടി പോകും എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ പോകുമ്പോഴാണ് നിങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റീസിലേക്കും ഈ ഒരു നല്ല കാര്യങ്ങളിലേക്കും ഒക്കെ എത്താൻ പോകുന്നത്. നിങ്ങൾ എപ്പോഴും നിങ്ങളോട് ചോദിക്കണം, നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, സെൽഫ് റിഫ്ലക്ഷനാണ് ഇവിടെ പ്രധാനം. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ എന്താണ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഇവിടെ ഞാൻ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഞാൻ എങ്ങനെ ഇനി മുന്നോട്ട് പോകണം? ഞാൻ എങ്ങനെ ആളുകളുമായിട്ട് ബിഹേവ് ചെയ്യണം? ഞാൻ എൻ്റെ സമയം എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം? ഞാൻ എങ്ങനെ ജീവിക്കണം? ഇതൊക്കെ ഈ ഒരു സിറ്റുവേഷൻ, ഇപ്പോഴത്തെ നിങ്ങളുടെ കറണ്ട് എനർജിയിൽ നിങ്ങൾ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ മെൻ്റൽ പീസ് തിരിച്ചു കൊണ്ടുവരാൻ നോക്കിയപ്പോൾ നമുക്ക് 9 ഓഫ് പെൻറ്റക്കിൾസും അതുപോലെ പേജ് ഓഫ് സോർട്സും കിട്ടിയിട്ടുണ്ട്. ഒരു എംപവറിങ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണിത്. ഒരു ആക്ഷനാണിത് കേട്ടോ, അതായത് ആക്ഷൻ കാർഡാണ്. നിങ്ങൾ എന്ത് ചെയ്യണം നോക്കാം. നിങ്ങളിവിടെ നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു ലേഡി നോക്കിക്കേ, എത്ര ഹാപ്പി എൻവയോൺമെൻറ്റിലാണ് നിൽക്കുന്നത്, എത്ര ഇൻസ്പയറിംഗ് ആയിട്ടാണ് മറ്റുള്ളവർക്ക് തോന്നുന്നത് അല്ലേ? അതുപോലെ നിങ്ങളായി മാറുക, നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗ്രോത്തിനെ നിങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കുക. അതായത് നിങ്ങളിനി വേറൊരാളെ നോക്കി അല്ലെങ്കിൽ അവരിലൂടെ വളരാമെന്ന് പ്രതീക്ഷിക്കരുത്. സ്വയം വളരുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഇൻകം സോഴ്സ് ഉണ്ടാക്കുക, സെൽഫ് കെയർ ചെയ്യുക, പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാക്കുക, ഫൈനാൻഷ്യലി കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ് ആവുക, വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്. നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക. ഇതൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം. ആൻഡ് പേജ് ഓഫ് സോർട്സ് പറയുന്നത് നിങ്ങളുടെ ചിന്തകളെ നല്ല രീതിയിൽ വാച്ച് ചെയ്യണം എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ചിന്തകൾ പലപ്പോഴും നിങ്ങളെ അനാവശ്യമായിട്ടുള്ള എനർജിയിലേക്ക് കൊണ്ടുപോകാതെ നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ നല്ലതുപോലെ വാച്ച് ചെയ്യണം. ഓക്കെ, നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങളുടെ ചുറ്റുപാടും നടക്കുന്നത് വാച്ച് ചെയ്യാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. നിങ്ങൾ റിയാക്ട് ചെയ്യല്ല, നല്ലതുപോലെ നിങ്ങളുടെ ചുറ്റുപാടുകളെ പഠിക്കുകയാണ് ചെയ്യേണ്ടത്. മറ്റുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളുടെ ലൈഫ് എന്താണ്, അങ്ങനെ നോക്കി നിങ്ങളുടെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ഇൻസ്പയർഡ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, ന്യൂ ഐഡിയാസ് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത്. ഓവറായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുക, അവരെന്ത് ചെയ്യുന്നു, അവരെങ്ങോട്ട് പോകുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനോ ഒന്നും നിൽക്കരുത്. ഓക്കെ, എപ്പോഴും സത്യത്തെ അന്വേഷിക്കാനുള്ള ഒരു ടെൻഡൻസി നിങ്ങൾക്ക് കാണും. പക്ഷേ ഒരു കാര്യത്തോടും ഒബ്സസീവ് ആകരുത്. ഒരു താല്പര്യത്തോടെ എല്ലാ കാര്യങ്ങളെയും സമീപിക്കുക, പക്ഷേ അതൊരു ഒബ്സഷനായിട്ട് നിങ്ങൾക്ക് മാറാതിരിക്കാൻ ശ്രദ്ധിക്കുക. പേജ് ഓഫ് സോർട്സ് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ തോന്നുന്നുണ്ടാവും നിങ്ങളുടെ ലൈഫിനെ കുറിച്ച്, നിങ്ങളുടെ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ. പക്ഷേ
എല്ലാത്തിനും പെട്ടെന്ന് ഉത്തരം കിട്ടണം എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. സോ ഈ ഒരു റീഡിംഗ് പറയുന്നത് നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന പല കാര്യങ്ങളും, അത് വ്യക്തികളെ സംബന്ധിച്ചതായിരിക്കാം, നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനെ സംബന്ധിച്ചതായിരിക്കാം, ഒക്കെ നിങ്ങൾ ചില മാറ്റങ്ങൾ ലൈഫിൽ വരുത്തുന്നതോടുകൂടി മാറാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ ഇങ്ങനെ വെയിറ്റിംഗ് എനർജിയിലായതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും ഫ്രസ്ട്രേറ്റഡ് ആകുന്നത്. ഒരുപാട് എഫോർട്ട് ഇട്ടിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാത്തതിലൊക്കെയാണ് നിങ്ങളുടെ ഭയങ്കര ബുദ്ധിമുട്ടുകൾ. സോ റിലേഷൻഷിപ്പിലാണെങ്കിലും ശരി, എന്ത് കാര്യത്തിലാണെങ്കിലും ശരി, നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇവിടെ യൂണിവേഴ്സ് തരുന്നൊരു ഉത്തരം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. നമുക്ക് മറ്റൊരു റീഡിങ്ങുമായിട്ട് കാണാം.